എല്ലാരും ഇങ്ങനെ കൊണ്ടാൻ ഇതെന്താ കല്യാണപ്പരല്ലേ? എന്താ ഇങ്ങനെ ആയാ നമ്മള് കാട്ടുക? ഇജ്ജ് അങ്ങോട്ട് പോരെ, ഇജ്ജ് ഇവിടെ നിക്കണ്ട. ഓൽക്ക് ഇനി ഈ പേരയും കൂടിയും കിട്ടാനുള്ള പോലെ നാടകമാണത്. അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ലല്ലോ. ഇപ്പൊ ഓൻ മരിച്ചതെന്ന് അറിഞ്ഞപ്പോ ഒന്ന് വന്ന്. തള്ളക്ക് സങ്കടം ഉണ്ടാവും, സങ്കടം ഇല്ലായിരിക്കൊന്നുമില്ല. മകനല്ലേ മരിച്ചിരിക്കണത്. ഓളെ വാക്കും കേട്ടുങ്ങാണ്ടാണ് എന്റെ അമ്മായി മന്നെ പറയണത്. മറക്കുട്ടി ആണ്ട് പോരാ, ഇനി എന്ത് വന്നാലും വേണ്ടില്ല, നമുക്ക് അവിടെ നിക്കാം. എന്തായാലും 40 ചെയ്യട്ടെ, എന്നിട്ട് പോവാ. അതിന്റെ മുന്നേ പോയാൽ ആൾക്കാരെന്താ പറയാ? ഞാൻ ഇപ്പൊ വരട്ടാ. ഇജ്ജ് എവിടുക്കഞ്ഞി? വരാ. ഇനിയിപ്പൊ എന്തായാലും എന്റെ കുട്ടീനെ 40 കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോണം. എന്തിനാ പൊബിൽക്ക് ഇങ്ങനെ ഇട്ട് തട്ടാൻ കൊടുക്കണത്? ഓലെ മകൻ മരിച്ചല്ല, ഇനിയിപ്പൊ എന്റെ കുട്ടീനെ ഇനിയിപ്പൊ ആർക്കാ വേണ്ടി വരിക? അതിന്റെ ഭാവിയാണ് ഇല്ലാതായത്. ഇങ്ങളെ ഓളമ്മാനോട് പറഞ്ഞേ നന്നായി തന്നെ ഉള്ളൂ. എന്താപ്പത് എന്നും ഇരുന്നേരാ? ഇതൊരു മരിച്ച പെരേന്നുള്ള ബോധെങ്കിലും ഓൾക്ക് വേണ്ടേ? അല്ലെങ്കിൽ ഓൾക്ക് വേണ്ടേ? ആവൂല്ല. ഓര് നിന്നിട്ട് ഒരു മുറിയിലാണ് പോയിരുന്നിട്ട് എല്ലാരും കൂടി ഇരുന്നിട്ട് വർത്താനം പാരെ. നിങ്ങളത് പറഞ്ഞേ നന്നായുള്ളൂ. ഇനിയിപ്പൊ അതിന് കണ്ടിറക്കണെങ്കിൽ ഞാൻ കണ്ടിറക്കട്ടെ. ആ മുഖം ഇത്രക്ക് ഉണ്ടായിരുന്നു ഓളോളമ്മാന്റെ. അല്ല പിന്നെ ഇത്രയൊക്കെ കേട്ടിട്ട് ഞാൻ ഓളോട് പോയി പറയാതിരിക്കുക? എനിക്ക് അങ്ങനെ പറയാതിരിക്കാനൊന്നും പറ്റൂല. എന്താ അപ്പൊ ഇത് ഓര് ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ ഫോം വിളിച്ചിട്ട് നമ്മളെ കുറ്റം എങ്ങനെ പറയാ? അതൊന്നും നടക്കണ കാര്യമല്ല. ഇന്നിപ്പോ എന്തായാലേ ഓളെ ഇതിന്റെ ഉള്ളിൽ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കണില്ല. ഇത്രയും കാലം ഞാനേ ഓളെ ഇവിടെ നിർത്തിയില്ലേ, എന്റെ മകന്റെ വാക്കും കേട്ടുങ്ങാണ്ട്. ഇനിയിപ്പോ എന്തായാലും അതിന്റെ ആവശ്യമില്ല. എന്റെ മകൻ പോയില്ലേ, ഇനിയിപ്പോ ആരാ ഉള്ളത്? എന്റെ കുട്ടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്നൊന്ന് സ്നേഹിക്കാനും ഇതാക്കാനൊക്കെ ഒരാളുണ്ടായിരുന്നു. ഇനിയിപ്പൊ ആരാ ഉള്ളത്? ഓളല്ലേ. ഓളെ കാര്യം നോക്കിങ്ങാണ്ട് ഓള് നിക്കും ചോദിച്ചു. ഇനിയിപ്പൊ എന്തായാലും ഓളെ ഇതിന്റെ ഉള്ളിൽ നിർത്തണ്ട. ഇനി ഓള് ഇവിടെ നിക്കണ്ട. ഓളിനിപ്പോ എന്തിനാ ഇവിടെ നിക്കണത്? ഓളിഞ്ഞി ഓളെ പെരെ പോയി നിന്നോട്ടെ. എന്തായാലും ഓൾ ഇല്ലല്ലോ ഇവിടെ. പിന്നെ ഇപ്പൊ എന്തിനാ ഓളെയും കൂടി ചെലവ് നമ്മള് നോക്കണത്? കഞ്ചറച്ചല്ല പൈസ കിട്ടിയിരിക്കണം ഉമ്മാക്കും മകൾക്കും. പൊയ്ക്കോട്ടെ ഓളെ പെരെ. എന്റെ ആങ്ങളായതുകൊണ്ടാണ് ഓളെ അത്രയും കാലം നോക്കിയത്. ആ ഇനിയിപ്പൊ എന്തായാലേ അത് നടക്കൂല. ഇനി ഓള് ഇവിടെ നിക്കണ്ട. ഇനി ഞാൻ തന്നെ ഇവിടെ നിക്കണേ. എനിക്കറിയാലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഈ പെരയും സ്ഥലമല്ലേ, ഇനിയിപ്പൊ എന്റെ ഇങ്ങളെ പേരിലും കൂടി ആക്കാനുള്ള തീരുമാനം നമുക്ക് എടുക്കാം. എന്താണ് നിങ്ങളൊക്കെ പ്രശ്നം? നിങ്ങളൊക്കെ ഈ പൈസയും മുതലും കണ്ടിട്ട് തന്നെയല്ലേ വന്നിക്കണത്? ജീവിച്ചിരിക്കണ കാലത്ത് ആരും വന്നിരുന്നില്ല. എല്ലാരും ഈ പണ്ടും ഈ മുതലൊക്കെ കണ്ടിട്ട്